ഡിയർ ഫ്രണ്ട്സ്, നേരത്തെ ചെയ്തൊരു എപ്പിസോഡിൽ എങ്ങനെയാണ് ഇൻകം ടാക്സ് പോർട്ടലിൽ നമ്മുടെ റെസിഡൻസി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് എങ്ങനെയാണ് ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്, അതുകൊണ്ടാണ് അന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ സംശയം ചോദിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് പാൻ കാർഡ് ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോവുക. ഡയറക്റ്റ് പേജിലേക്ക് പോകാനുള്ള ലിങ്ക് ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ ക്ലിക്ക് ഓൺ രജിസ്റ്റർ. ഇവിടെ ടാക്സ് പെയർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. ക്ലിക്ക് ഓൺ വാലിഡേറ്റ്. ഇവിടെ എസ് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഇവിടെ പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതേപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സെലക്ട് ചെയ്യുക. നിങ്ങൾ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ റെസിഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. NRI ആണെങ്കിൽ നോൺ റെസിഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ആയതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആ സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കുന്നതല്ല. എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞു തരാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയാണ് എൻ്റർ ചെയ്യേണ്ടത്. NRIs ആണെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണ് റിസൈഡ് ചെയ്യുന്നത് ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ മതി. NRIസിൻ്റെ കേസിൽ ഇമെയിലിലേക്കാണ് OTP വരിക, അത് എൻ്റർ ചെയ്യുക. റെസിഡൻറ്റ് ഇന്ത്യൻസിനാണെങ്കിൽ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും OTP വരുന്നതാണ്. നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതേപോലെ സെറ്റ് ഓൺ പേഴ്സണലൈസ്ഡ് മെസ്സേജ് ആൻഡ് ക്ലിക്ക് ഓൺ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ കൺഫർമേഷൻ SMS വരും. NRIസിനാണെങ്കിൽ ഇമെയിൽ കൺഫർമേഷൻ വരുന്നതാണ്. ഇത്ര ഈസി ആയിട്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളാണ് സ്റ്റാറ്റസ് മാത്രം ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സ്റ്റാറ്റസിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ സേവ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതും കൃത്യമായി നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.